നമ്മളിവിടെ ഒരു കല്യാണത്തിന് വന്നിരിക്കുകയാണ്. മലപ്പുറത്ത്, കൊല്ലത്ത് നിന്ന്. ഇവൻ കാസർഗോഡ് നിന്ന്, ഇവനും കൊല്ലത്ത് നിന്ന്. നിന്നെ കാണിക്കൂ. പേര് വിനീത്. ഹെൽമെറ്റ് വേണ്ട. അപ്പോൾ ചേട്ടനാണ് എന്നെ കരുനാഗപ്പള്ളി സ്റ്റേഷനിലോട്ട് കൊണ്ടാക്കുന്നത്. 10:45 ട്രെയിന്. ബാംഗ്ലൂർ എക്സ്പ്രസ്സോ അങ്ങനെ എന്തോ ട്രെയിനിന്റെ പേര്. ട്രെയിൻ കറക്റ്റ് സമയത്തൊന്നും വരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ണൂർ പോയപ്പം ഈ ട്രെയിൻ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയം നോക്കി ഞാൻ കയറി. ട്രെയിൻ ഏതാന്ന് പോലും നോക്കാതെ വേറെ ഏതോ ട്രെയിനകത്ത് ഞാൻ ചാടി കയറി ഷൊർണൂരും ഒക്കെ പോയി ഇറങ്ങി. അവിടെ നിന്ന് വേറെ ട്രെയിൻ കയറിയാണ് ഞാൻ കണ്ണൂർ എത്തിയത്. സോ ഈ പ്രശ്നം ഭയങ്കര, നമുക്കൊരബദ്ധം വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം നോക്കി, ആപ്പിനകത്തെല്ലാം കറക്റ്റ് നോക്കി ആ ട്രെയിനാണോ നോക്കിയാണ് കയറുന്നുള്ള പ്ലാനിലാണ് ഞാൻ. മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം വണ്ടി കവർ കിട്ടുന്നായിരുന്നു. ചേട്ടനിപ്പം വരും, റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത് കരുനാഗപ്പള്ളി സ്റ്റേഷനാണ്. അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ എത്തി. ഏതൊരു ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു, ഏതോ അന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. മഴയായിരുന്നെങ്കിൽ വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ പോയത്. അപ്പം ശനിയാഴ്ച എല്ലാവരും നാട്ടിൽ വരാനുള്ള തിരക്കുകൊണ്ടായിരിക്കാം. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അന്നേരമാണ് വിനീത് വിളിച്ച് പറഞ്ഞത്, ഇതേപോലെ നമ്മുടെ കൂടെ പഠിച്ച വിജയണ്ണൻ, അതായത് ആദർശ്, അപ്പോൾ അവനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവനെ വിളിച്ചു. പക്ഷെ പക്ഷേ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു, ട്രെയിനകത്തായിട്ടാന്ന് തോന്നുന്നു കിട്ടിയില്ല. ഒരു വ്യക്തത ഇല്ലായിരുന്നു സംസാരം. അങ്ങനെ ട്രെയിനിൽ കയറി. പക്ഷേ ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലല്ല. കുറേ കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. താഴെ വരെ എല്ലാവരും അങ്ങ് ഇരുത്തയും കടത്തൊക്കെ ആയിരുന്നു. കണ്ടോ, ഓരോരുത്തരും അങ്ങോട്ട് ബാത്റൂമിലോട്ടൊക്കെ പോകുന്നേരത്ത് തന്നെ തട്ടി ഉണർത്തിയിട്ടൊക്കെയാണ് പോകുന്നത്. മുന്നിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരികെത്തി. അത് ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് ഫോൺ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. സമയം കിട്ടിയാലല്ല, എനിക്ക് അനങ്ങാൻ ഒക്കുന്നില്ല. അമ്മാതിരിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞാനങ്ങനെ തിരുവിലെത്തി. അവിടെ ആരുമില്ലെന്നല്ല, എല്ലാവരും ഉറക്കമായിരുന്നു അവിടെ കിടന്ന്. അങ്ങനെ ഞാൻ ആദർശനെ വിളിച്ചു. അവനും ഈ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ വിളിച്ചു. അവനാണ് വിളിക്കുന്നത്. അവനിവിടെ എവിടെ വന്നു, ഏറ്റവും പുറയില്ല അവൻ കയറി. അപ്പോൾ അവന് അവിടെ അവൻ വന്ന് അവനെ കാണാനായിട്ട് പോവാണ്. ഹലോ, കേക്കോ? ഹലോ, എടാ ഞാൻ ബാക്കിലോട്ട് വരുക. നീ അവിടേക്ക് ആ മേൽപ്പാലം ഉണ്ടല്ലോ, അങ്ങോട്ട് വരാം. ഈ മേൽപ്പാലം അവിടെ വേറെ ആദർശേ, എവിടേക്കുന്നു? എടാ ഞാൻ തന്നെയാണ് അമ്മ കൊടുത്തത്. അല്ല, ഞാൻ തന്നെയാണ് എടുത്തത്. നീ എവിടേക്കാ? എവിടെ? ഞാനെന്താ ടിക്കറ്റ് എടുക്കത്തില്ലേ നമ്മൾ അവിടെ പോണ്ട്? ആദ്യം പിടിച്ച് കയറി ഇരിക്കുക. ഞാൻ ഉറങ്ങിയിട്ട് പോലില്ല. കുറച്ച് നേരം ഒന്ന് ഒരു പവർ സ്നാപ്പ് എടുത്തിട്ട് പോകും. അങ്ങനെ അവനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അന്നേരം അവൻ്റെ കഥകൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങി. ഫോട്ടോ എടുക്കണം.
ഇങ്ങനെ എടുക്കണ്ട. എന്ത് തോന്നുന്നു ഇവിടെ തിരക്കി ഇവിടെ തിരിച്ചു വന്നപ്പം? ഇവിടെ തിരിച്ചു വന്നപ്പോ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നു. പഴയ എന്ത് ഓർമ്മയാണ് നിനക്ക് വരുന്നത്? നമ്മൾ അന്ന് വീട്ടിൽ പോകുന്നതും പിന്നെ ലാസ്റ്റ് പോയെന്ന് വെച്ചാൽ നമ്മൾ ചെന്നൈ പോകാൻ നേരത്ത് എല്ലാടാ ട്രെയിൻ കയറി. അതെ, എനിക്കത് ഓർമ്മ വരുന്നത്. മഴയത്തെ എല്ലാവരും കണ്ട അവിടെ ഇരുന്നത്. എവിടെ? ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞായറാഴ്ച വാ നമുക്ക് പോയി കാണാന്ന് പറഞ്ഞു. ആരും മിസ്സിനെ ഞാൻ വേണം നോക്കാം. ഇല്ലായിരുന്നു വേറെ ജോലി. ഇതാണോ ഇതിട്ടുണ്ടോ കല്യാണത്തിന്? ഇത് ആവി എടുക്കണം പറ. എന്നിട്ട് എനിക്ക് ആവി എടുത്ത്. ഒന്നും കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ്ട് ഞാൻ ഇവിടെ കിടന്ന് നോക്കണം. വിനീത് വരും വിളിച്ചാൽ മതി. വിനീത് വരും വിളിച്ചാൽ മതി. പെണ്ണൊക്കെ കാണാൻ പോയി. ആര്? ഞാൻ. ഓഹോ, ഇഷ്ടപ്പെട്ടതാ. എന്നിട്ടെന്താ പറഞ്ഞു? എന്നിട്ടെന്താ പറഞ്ഞു? നല്ലാണെങ്കിൽ സെറ്റായിട്ട് വന്നതാ. എന്നിട്ട് പറ പറ. കുറച്ചതായിരുന്നു. എന്താ ചെയ്യാനാ? അപ്പൊ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവളുടെ അമ്മയ്ക്ക് കാല് വയ്യ കേട്ടോ. കാല് വയ്യ. ഈ എന്റെ പെണ്ണിന്റെ അമ്മയ്ക്ക്. നിന്റെ പെണ്ണിന്റെ അതിനെ നീ കണ്ടി ഉറപ്പിച്ചില്ലല്ലോ, കിട്ടിയില്ലല്ലോ. പറയട്ടെ. അന്നേരം ആ കൊച്ചിന്റെ അമ്മയ്ക്ക് കാല് വയ്യ. അന്നേരം അവർക്ക് വെളിയിൽ പോയി ജോലി ചെയ്യാനോ വെളിയിലോട്ട് അങ്ങനെ പോകാനോ പറ്റത്തില്ല. അത് ഇത്രയും ദൂരത്ത് വേണമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവര് ഇല്ലാണ്ടെന്ന് പറയും. അതിന് അവർക്ക് വയ്യാതെ വേണ്ടെന്ന് പറഞ്ഞതിന്? അല്ല, ഇവിടെ കാണാൻ പറ്റണമെങ്കിലേ ഒരുപാട് ദൂരം വരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ആ ദൂരം കൊണ്ട് നീ എന്നാ ആ അമ്മയും കൂടെ കൊണ്ടുപോവാ വീട്ടിലോട്ട്. നല്ല ഐഡിയ അല്ലേ? അല്ലേ നീ അവിടെ പോയി. നല്ല ഐഡിയ അല്ലേ? ഇഷ്ടപ്പെട്ടതാ. വീട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടതാ. ആ കാരണം അവര് പറഞ്ഞിട്ട് അവര് മാറിയില്ല. കാരണവര് അതാരാ? അന്ന് ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴത്തേന് ഒരു കാരണവര് അവരില്ലായിരുന്നു. കാരണവരെ തലക്കിട്ടൊന്നും കൊടുക്കാൻ പറ്റും. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ചേനെ. നമ്മളെ കൂടെ പഠിച്ച എല്ലാവരും വിളിച്ചേനെ. പെണ്ണ് കാണാനോ? അല്ലടാ, കല്യാണത്തിന് കുറച്ചിരുന്നെങ്കിൽ. അപ്പൊ നന്ദനെ അത് നമുക്ക് അറിയണതില്ലല്ലോ. ഞാൻ പോയി സാധനം തരാം. ഇനി ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. ഓക്കെ, ബൈ ബൈ. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവന്റെ ഇക്കിളിടുന്ന ശബ്ദം കേട്ട ഞാൻ ഉണന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വിശക്കാൻ തുടങ്ങി. നമ്മൾ ഇന്നലെ എത്ര മണിക്ക് ഇറങ്ങി അവിടുന്ന്? നീ എത്ര മണിക്ക് ഇറങ്ങി? ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഒരു 6. അല്ല, ട്രെയിൻ കയറി എപ്പോഴാ? ട്രെയിൻ കയറിയത് രാത്രി 10:30. ഞാൻ 11 മണിക്ക് കയറിയിട്ട് ഇവിടെ വന്നത് 4 മണി ആയി കാണത്തില്ലേ? 4 മണി 5 മണി. ഓക്കെ, 5 മണി തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു തെണ്ടി. അവൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ വരും അല്ലേ? അവനെ കാത്തിരിക്കാനെ കാണിച്ചല്ലോ. ഇങ്ങനെയാണ് നമ്മൾ നാണം മാറ്റുന്നത്. അവനിപ്പോ അപ്പുറത്തെത്തി. യവനാണ് കാത്തിരി. നീ തരും, നീ കൊടുക്കും പൈസ. തീർച്ചയായും കൊടുക്കൂ. ഇപ്പൊ ജോലിക്കാരനായില്ലേ? അങ്ങനെ വിനീത് കാപ്പി വാങ്ങിച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വിനീതും ആദർശം കൂടെ കാപ്പി കുടിക്കാനായിട്ട് അപ്പുറത്ത് പോകണം. അതായത് തിരു സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഹോട്ടൽ. അപ്പോൾ നമുക്ക് ഒരു എസ്കലേറ്റർ വഴി കയറി അപ്പുറത്ത് മേൽപ്പാലം വഴി കയറിയിട്ട് അപ്പുറത്തിറങ്ങാനുള്ള വഴിയുണ്ട്. അങ്ങനെ അവിടെ പോവുക അങ്ങോട്ടോട്ട് കാപ്പി കുടിക്കാനായിട്ട്.
എങ്ങനെയുണ്ടായിരുന്നു യാത്ര വിനീതേ? സുഖം സുന്ദരം. ഇതൊന്ന് പിടിച്ചിട്ടാടാ എന്റെ കൈ വിളിക്ക്. ഓക്കെ ഓക്കെ. കണ്ണു പോടാ, കണ്ണടിച്ചു പോയി. ഇടയ്ക്കൂടെ ബ്ലറായി പോവും. ഇവൻ വിളിച്ചാ? വിശാഖ് വിളിച്ചോ? ഫോൺ എവിടെ വെച്ചിരിക്കുന്നു? ദൈവം അവിടെ തന്നെ കാണണേ. അവിടെ കാണടാ, എടുത്തോണ്ട് പോനാ. ഇല്ലെങ്കിൽ നമുക്ക് IMEI നമ്പർ വെച്ച് തൂക്കാം. ചുമ്മാ ഇറങ്ങിയതൊക്കെ ഒറ്റ തൂക്കിയത്. ഒന്ന് ചെന്നൈ വെച്ച് തൂക്കിയതാ. അതെ. പിന്നെന്താ ഉണ്ട്? ഇത് വഴി വാ. ഉണ്ട്. നീ എവിടെ കുത്തിയിട്ടെ? എനിക്ക് കുത്തിയിടണോ? ഇതിന് വേറെ ഉണ്ട്, സാംസങ്. അവിടുന്ന് വെച്ച അത് കുത്തിയിടണം. അത് ചാർജ് ഇല്ല. സ്നേഹ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ് കുത്തിയിട്ട എന്നെ നീ മുടുക്കൻ. ഞാനും വിചാരിച്ചു കുത്തിയിട്ടായിരിക്കുന്നു. അത് ഞാൻ കാണിക്കും. ഈ എന്തൊക്കെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. പേഴ്സ് കൊണ്ട് കളഞ്ഞ് 2000 രൂപ ഉണ്ടായിരുന്നു പേഴ്സിനകത്ത് അന്ന്. എന്നിട്ട് 3000 രൂപ കളഞ്ഞ അവള് പേഴ്സ് എടുക്കാൻ പോയി. എന്റെ ID കാർഡൊക്കെ ഉണ്ടാകണ്ട, അല്ല ഞാൻ ഇട്ടിട്ട് പോയാൽ. പിന്നെ ഈ കാണുന്നതാണ് തിരൂർ മാർക്കറ്റ്. ഞാൻ ശരിക്കും തിരൂർ മാർക്കറ്റ് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അവിടെ വന്ന് വലിയ സാധനങ്ങൾ, അതായത് ഇലക്ട്രോണിക് സാധനമൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം വിലക്കുറവാന്ന് പറയുന്നുണ്ട്. നമ്മുടെ പല ഫ്രണ്ട്സ് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണോ നടത്തില്ല, ഗൾഫ് മാർക്കറ്റോ അങ്ങനെ എന്തോന്ന് പറയും. അങ്ങനെ സൺഡേ മാർക്കറ്റോ അങ്ങനെ എന്തോന്ന് പറഞ്ഞേക്കാം ഇവര്. അന്ന് വിലക്കുറവ്. ഈ കടി കാണുന്ന അല്ലാതെ വലിയ കടകളുണ്ടല്ലോ, അതൊന്നും കാണത്തില്ല. എനിക്കറിയത്തില്ല, ഞാൻ വന്നിട്ടില്ല, കേട്ടുള്ള അറിവാണ്. അല്ലാതെ നമുക്ക് സൈഡിൽ ഫുട്പാത്തിൽ അതായിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. വന്നിട്ടില്ല, പക്ഷെ കുറെ പേര് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് വിലക്കുറവിനൊക്കെ. ഈ ഇയർപോഡും ഹെഡ്സെറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നു. ഹലോ, ഹലോ ഹലോ. അതെ ഇവരൊന്നും എവിടുന്ന കഴിക്കുന്ന വിനീത്? ആണോ? നല്ല ഹോട്ടലാണോ? എന്നാ നമുക്ക് ലൈറ്റായിട്ട് കഴിച്ചാൽ മതി. അവിടെ പോയി ബിരിയാണി കിട്ടാനുള്ള. ഹോട്ടലെവിടെ? ഞാൻ തന്നെയാണോ? ഞാൻ തന്നെയാണോ? പൂക്കിയൊക്കെ എങ്ങനെ പൂക്കിയോ? എന്ത് പൂക്കിയില് പൂക്കി അതൊക്കെ എങ്ങനെ അടിക്കുന്നത്? അതല്ല പൂക്കി, മറ്റേ പൂക്കിമാനെ. അതോ നീ ജമിനിക്കതൊക്കെ എല്ലാം ചെയ്യുന്നില്ലേ? പിന്നെന്ത്? അതേപോലെ ഞാൻ പ്രോവിന്റ് കൊടുത്ത് ചെയ്ത് അല്ലേ, സംഭവം കിട്ടും. പിന്നെ മുഖം മാറ്റം വരിക, അതുകൊണ്ട് ഞാൻ കണ്ണാടി എടുത്തു. ചെറിയൊരു മാറ്റം വന്നു. കണ്ണാടി ഞാൻ എല്ലാം ആഡ് ചെയ്ത്. മസാല ദോശ കഴിക്കാൻ പൈസ ഇല്ല.
പൊറോട്ട വാങ്ങിക്കാൻ പൈസ ഉണ്ട്, പിന്നെ മസാല ദോശ വാങ്ങിച്ചിട്ട്. അത് അത്രേ ഉള്ളല്ലേ? വീടാന്നും വരത്തില്ല. ആൾക്കാർ വരാനുണ്ട്. ശരിയും പറയാൻ വിശക്കുന്നു. നീ വിശക്കുന്നുണ്ടോ? നീ കഴിച്ചോ രാവിലെ ഇറങ്ങിയപ്പോ? ഇല്ലേ, ഞാൻ അതുപോലെ ചായ കുടിച്ചില്ലേ? അതിന്റെ പരത്തി ഇരിക്കുക. ഇതാണ് തിരൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഷിബിജിത്തും വിശാഖും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാരെ തിരക്കാണ് നമ്മൾ ഇതിനകത്തോട്ട് വന്നത്. അത് മാത്രമല്ല, പിന്നെ ഇവിടെ നിന്നാണ് ബസ് കയറി പോകേണ്ടത് നമുക്ക്. പൂവാറ്റൂരോ അങ്ങനെ എന്തോ ഒരു പൂ വെച്ചുള്ള ഒരു പേരാ. വിനീതിനറിയാം കറക്റ്റ് പേര്. വിനീത് കല്യാണ പെണ്ണിനെ വിളിച്ചായിരുന്നു. എവിടാണ് നമുക്ക് ഓഡിറ്റോറിയം എന്നറിയാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അവന്മാരെ തിരഞ്ഞു. ഇവിടെ നിപ്പുണ്ട്. നീ എന്തിനാ പേടിക്കുന്നത്? നമ്മള് പോയി കുളിക്കുന്നു, കല്യാണത്തിന് പോകുന്നു, അടിച്ചു പേടില്ല. നമ്മള് മാത്രല്ല ഇത് കാണുന്നത്. നീ എന്തിനാ പേടിക്കുന്നതിനാ? നമ്മള് കഴിച്ച ഹോട്ടലിന്റെ പേര് പാരൻ ഹോട്ടലിന്റെ ബീഫ് അത്ര പോരടാ. പക്ഷെ കൊള്ളാം. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ബീഫ് കറി ഇല്ല ഞാൻ ഇവരുടെ ചോദിച്ചേ. എടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ബീഫ് കറി ഇഷ്ടപ്പെട്ടോ പാരൻ ഹോട്ടലിന്റെ? അത് വെള്ളമായിപ്പോയി. അങ്ങ് വെള്ളത്തിൽ കുളിച്ച് കിടക്കാം. കുറ്റം പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചത്. അല്ല ഇഷ്ടപ്പെട്ടിട്ട് കഴിച്ചതല്ല. 330 ഞങ്ങളുടെ ഫുഡ്, ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 130 2 പൊറോട്ട 2 കറി. രണ്ട് കറിക്കും അതായത് 3, 6, 8 പൊറോട്ടയും 3 കറി 2 കറി. 8 പൊറോട്ട അല്ലേ കേട്ടോ? 6 പൊറോട്ട ഉള്ളു. 6 പൊറോട്ടയും 2 കറി 330. എന്നെ കണക്ക് പഠിപ്പിക്കുവാണ്. എന്താ അങ്ങനെ അത്ര ഇല്ലേ? 330 ഇല്ലേ? എന്തിന്? ബെർണാന്റെ അല്ല, ലൈൻ വീണന്റെ ചെലവുണ്ട്. ലൈൻ സെറ്റ് ആയതിന്റെ ഇല്ലേ? എടാ ആ ഫോട്ടോ വേണ്ടല്ലോ. ഞാൻ 2 മണിക്കൂർ കരഞ്ഞാവിട്ടിരുന്നു, ഓണേറിയിരുന്നു. അതാ എനിക്കില്ല ഇവിടെ. വർക്ക് എടുക്കാട്ടോ, വരുന്ന പരിപാടി ഞാൻ വിളിക്കുമ്പോ. എന്ത് വർക്കോ? ഞാൻ വർക്കിന് വരാനോ? വർക്ക് എടുക്കുമ്പോഴേ വരുന്ന പരിപാടി. ആര് വരുമെന്ന്? ഞാൻ വന്ന് ജോലി ചെയ്യാനോ? കരയ്യ വർക്ക് എടുക്കുമ്പോഴോ? ഞാൻ വിളിച്ചപ്പോഴേ പിന്നെന്തുവാ? പിന്നെ എനിക്ക് വിഷം വരുത്തില്ലേ? അകത്തേക്കാണ് പേയം പാർക്കേ ഉള്ളല്ലേ. വീഴാൻ പോയതാ. അതുകൊണ്ടേ നമ്മൾ തിരക്കുന്ന സ്ഥലം. അവിടെ കുളിച്ചില്ലായിരുന്നു. നമ്മൾ ബാത്റൂമിലും ഒക്കെ പോയി പല്ലൊക്കെ തേച്ചത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ കുളിച്ചില്ലായിരുന്നു. പിന്നെ കുളിക്കാനായിട്ട് സ്ഥലം നോക്കി ഇങ്ങനെ പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ഇറങ്ങി. ഇവന്മാർക്ക് എല്ലാവർക്കും പേടി വീഡിയോക്കകത്ത് വരാൻ വേണ്ടി. വേറെ ഒന്നും കണ്ടില്ല, നാണക്കേട്. കാമുകി കളിയാക്കുന്നോ അങ്ങനെ എന്തോ വഴക്കുറന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന്. ഇത് ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ തിരൂരിൽ നിന്ന് എപ്പം ബസ്, അതായത് ലീവിന് പോയിട്ട് ഇങ്ങനെ ബസ് കയറി എപ്പോഴും ഇങ്ങനെ പോകുന്ന ആ ഒരു ഓർമ്മയാണ് ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നപ്പം. ശരിക്കും പറഞ്ഞാൽ വിഷമമൊക്കെ വന്നു. കാരണം ക്ലാസ്സിനല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങളിവിടെ പഠിച്ച അങ്ങനെ എല്ലാവരും വന്നില്ല. വരാൻ പറ്റുന്നവർ പോലും വന്നില്ല. ചിലർക്കൊക്കെ പറ്റുമായിരുന്നു, എന്നിട്ട് പോലും അവർ വന്നില്ല. നമ്മുടെ കൂട്ടം അങ്ങനെ അത്രയും സ്നേഹമൊന്നും ആർക്കും കാണത്തില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം.
ദില്ലി വരുന്നുണ്ട്. അതെവിടെ? തിരുനാവായി മറ്റേ ഇത് കിടക്കുന്ന സ്ഥലം. തിരുനാവായ അതിന്റെ സൈഡ് വരുന്നാ പറഞ്ഞ. സ്നേഹ വരും, അതിലേ വരും, പിന്നെ വേറെ ആരാണ്ട് കൂടെ വരും. വേറെ ആരാ വരുന്നത്? വേറെ ആരാ വരും? പ്ലാസ വണ്ണെന്നില്ലേ ആറ്റൂർത്തിന് വരും. പ്ലാസ വണ്ണ് ആറ്റൂർത്ത് വെച്ചാണ് കല്യാണം. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. പൂക്കാടല്ലേ ഇറങ്ങി? പൂക്കയിൽ ഇറങ്ങിയിട്ട് പ്ലാസ വണ്ണാറ്റൂരിൽ നമ്മൾ നടക്കുകയാണ്. ശരിക്കും ഈ ആറ്റൂർ ഞങ്ങൾ വന്നിട്ടുള്ള ഞാനും സിയാദും കൂടെ തെറാപ്പി ആയിട്ട് വന്നില്ല ഇവിടെ. അന്നേരം ഞങ്ങള് ഇവിടെ വന്ന പരിപാടി കണ്ട്. ഞാനും അവന് പറഞ്ഞു ഏതോ കോളേജ് പിള്ളേരുടെ പരിപാടി ഇവിടെ വെച്ച് നടത്തി. അപ്പൊ ഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കേൾക്കാനായിട്ട് ഞാനും അവരോട് വന്ന് പ്രത്യേകം പോയിരുന്നു. ചെടി വിളിച്ചിരിക്കുകയാണ്. എങ്ങനെ പോവും? പൂവുമായി ഞാൻ ഈ ചേച്ചിനൊക്കെ എനിക്കറിയാം, ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും എന്നെ അറിയത്തില്ല എന്നതാണ് വലിയ 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 സത്യം. ഇവരൊക്കെ പക്ഷേ ഈ വിനീതൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. വിനീത്, ഷിബീത്ത്, അമ്മു, വിശാഖ് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞാൻ അങ്ങനെ വലിയ കമ്പനിയൊന്നുമല്ല. പക്ഷെ എനിക്കറിയാം ഇവരെയൊക്കെ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ കാണുന്നതിൻ്റെ ഒരു കുറേ നാൾ കാണാതിരുന്ന് കാണുമല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യം മനസ്സിലാക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഞാനേ ഇത് കാണിച്ചു തരാം. അത് ഓഡിറ്റോറിയം കാണിച്ചു തരാം. ഓഡിറ്റോറിയത്തിൻ്റെ എടുത്തുതരാം. പക്ഷേ എന്തൊക്കെയോ ഒന്ന് ഞാൻ ചോദിക്കുന്നതൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ ഡിലീറ്റ് ആയി പോയാന്നോ പ്ലേ ആയ അത് റെക്കോർഡ് ആവാത്തതാണെന്ന് എനിക്കറിയത്തില്ല. കാണുന്നില്ല ഇപ്പം. എന്തായാലും ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഏതൊരു കോളേജിലെ പരിപാടിക്ക് വന്ന് ഇവിടെ അന്നേരം ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വന്ന് ട്യൂഷനൊക്കെ ആയിട്ട് ഇതാണ് കല്യാണപ്പെണ്ണിരിക്കുന്ന മണ്ഡപം. നാഗവല്ലിയാണ് കൊട്ടാരം നിർത്തരുത്. അപ്പുറത്ത് വന്നു. അപ്പുറത്ത് കല്യാണം. ഇതാണ് കല്യാണപ്പെണ്ണ്.
ഇതാണ്ട് ഈ വരുന്നുണ്ട് പുറകെ വരുന്നുണ്ട്. ഇതാണ് അതിലയുടെ വീട് മലപ്പുറത്താണ്. നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് അതിലയുടെ അച്ഛനും അമ്മയൊക്കെ പാചകത്തിനൊക്കെ പറ്റില്ല. അപ്പം നമുക്ക് ഇടയ്ക്കൂടെ ഫുഡ് കൊണ്ടുവരും. പാചകത്തിനൊക്കെ ഞാനൊക്കെ കുറെ ഫുഡ് കഴിച്ചിട്ടുള്ള അതിലെ കുറച്ച് പൊക്കി പറയുന്ന കുറച്ച് വീഡിയോ ഉണ്ട് കാണിച്ചില്ല. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുള്ള പരിപാടിയില് ഇടയ്ക്കൂടെ ഞാൻ കൂടെ പറഞ്ഞു. ഇടയ്ക്കൂടെ ഞാൻ കൂടെ പറഞ്ഞു തരണം കേട്ടോ. ഞങ്ങക്ക് എനിക്ക് അവിടെ പറയാം. പള്ളിയിലെന്താ പ്രോഗ്രാം വരുന്നുണ്ടെന്ന് പറഞ്ഞേ. എന്നെ വിളിച്ചത് പറഞ്ഞേ. സ്നേഹ വിളിച്ചോ? സ്നേഹ വരുന്നില്ലേ? കുഞ്ഞാടുകളെ, ഇത് എന്റെ പാനപാത്രമാവില്ലേ? തിരിച്ചു താങ്ങറ കുറച്ച് മതി. അത് എത്ര വട്ടം വാങ്ങിക്കും ബിരിയാണി? ഇത് തീർത്തുവോ വിനീത്? കുറച്ചുകൂടെ കുറച്ച് എങ്ങനെയുണ്ട് സദ്യ? കൊള്ളാം. അല്ലല്ല അതിനകത്ത് അങ്ങനല്ല. എങ്ങനെയുണ്ട് എന്റെ സദ്യ കഴിച്ച്? മുഖം കാണിക്കുന്നില്ല പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഒന്ന് അതെ നാണം കിട്ടുവാൻ നല്ലതാ. ഈ ബിരിയാണി ആണെങ്കിലേ എനിക്ക് ബിരിയാണി ആണെങ്കിൽ എനിക്ക് നമ്മൾ അന്ന് ഇത് നടത്തിയില്ലേ നോമ്പ് ഇവിടെ അതല്ലേ എന്താ അത് നമ്മുടെ മുമ്പിൽ ഒരു ചെക്കായിരുന്നില്ലേ? ഇനി ചോറ് കഴിക്കും. എങ്ങനുണ്ട് കൊള്ളോ? നീ പറ എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. നീയും പറഞ്ഞു. ഇത് സലാഡാണ് കൂടെ. എല്ലാ സ്നേഹം കൂടുന്നതിന് എന്നെ കൊണ്ട് നോക്കുന്നത് നീ തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. സൂര്യനാരായണോ? അല്ല, നീ തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാനാ. അതൊന്നുണ്ടല്ലേ? നല്ല ടേസ്റ്റ്. സംഭവം അതല്ല, ഇതെന്ന് പറഞ്ഞാല് പള്ളിയിൽ ഒരു ചടങ്ങുണ്ട്. പള്ളിയില് അതിന് പോയി കാണും അല്ലേ? കഴിയുണ്ടാവും. ചെക്കൻ പള്ളിയിൽ തന്നെ വന്നിട്ടുണ്ടാവും. 12 കഴിയുണ്ടാവും.
ബാക്ക് ഫോട്ടോ എടുക്കാൻ വരുന്നത്. ബാക്ക് നീ നമ്മുടെ ക്ലാസ് മാത്രം മതി എന്ന് പറയാൻ അവർക്ക് താല്പര്യം കൂടെ കേട്ടോ. നോട്ടാ ഈ കാണുന്ന ഞങ്ങളുടെ മിസ്സാണ്. ഞങ്ങൾ ഇതണക്ക് മലപ്പുറത്ത് വന്നെന്ന് പറഞ്ഞപ്പോൾ തിരൂർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ്. തിരൂര് പുള്ളിക്കാരി ഹസ്ബൻഡ് ഇനിയിപ്പോൾ പോകും. ഞങ്ങളെ കാണണം ഇങ്ങനായിട്ട് വന്നതാണ്. ഞങ്ങൾ പിന്നെ അവിടെ ഒന്ന് കറങ്ങി. കാരണം ഞങ്ങൾക്ക് 7 മണിക്കത്തെ ട്രെയിനായിരുന്നു, 7:20 തിരിച്ച്. വിനീതിന് 4 മണിക്ക്. ഞങ്ങളന്നേരം അവിടെ വന്നപ്പോഴത്തേക്കിനും 2:30 ഒക്കെ ആയിരുന്നു. പിന്നെ ശിവജിത്തിനെയും വിഷാനെയും കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കറങ്ങി. കറങ്ങിന്ന് പറഞ്ഞാല് തിരൂര് കേറി കഴിഞ്ഞാല് സ്ഥലം മറന്നു പോകും. നമുക്കറിയാത്തോണ്ടായിരിക്കും. കാരണം കേറി എവിടുന്ന ഇറങ്ങുന്ന എവിടുന്ന പിടുത്തം കിട്ടാതെ ആയിപ്പോയി. ഞങ്ങളങ്ങനെ അവിടെ എല്ലാം കിടന്ന് കറങ്ങി. വെയിൽ കൊണ്ട് നന്നായിട്ട് വെയിൽ കൊണ്ട് തലവേദനയായിപ്പോയി. അവിടെ കിടന്ന് കറങ്ങി കുറെ പഴയ കാര്യങ്ങളൊക്കെ അന്നേരം ഓർമ്മ വന്നു. കാരണം നമ്മുടെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ കിടന്ന് കറങ്ങിയായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഒരു നടത്തം എല്ലാം കണ്ടു. അകത്തൂടെ കേറി ഇപ്പുറത്തൂടെ വന്നു. കാർ ഫ്രണ്ടിൽ കുറെ നെഞ്ചത്ത് കെട്ടി വെക്കാൻ പറ്റുന്നേ കൊള്ളായിരുന്നു. ഇല്ലേ അതാ നമ്മളൊന്നും ചെയ്യണ്ട. ഓണാക്കി കിട്ടുന്ന ഓ ഹെൽമെറ്റ് എവിടെ പുലിക്കവിടെ ബൂസ്റ്റ് ഇരിക്കുന്നുണ്ടോ? ബൂസ്റ്റ് ഇരിക്കുന്നുണ്ടോ? ബൂസ്റ്റ് നല്ലതാണോ? നല്ലതാണോ? ഒന്ന് ബൂസ്റ്റ് എടുക്കാം, ഒന്ന് പൈനാപ്പിൾ കൊടുക്കാം, പിസ്ത എടുക്കണം. വെറൈറ്റി എടുക്കാം. മോരുണ്ടോ? മോര് മധുരം കൂടി ആക്കാം. എനിക്ക് തോന്നുന്നു ഉണ്ടാവും. ട്രെയിനത് പോകാനുള്ള ഒന്ന് ബൂസ്റ്റ് എടുക്കാം. നമ്മൾ ഒന്ന് ബൂസ്റ്റ് എടുക്കാം. അതന്നെ ബൂസ്റ്റിൽ വേണ്ടില്ല. ഇവിടെ എനിക്കെന്താ പിസ്ത എടുക്കാം. നോർമൽ ഈ ബിൽഡിംഗ് ആണ് ഇതാ. ആ വലിയ ബിൽഡിംഗ് നേരെ അവിടെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ അങ്ങ് കയറി പോകുന്ന റോഡ് അത് ഇങ്ങപ്പുറത്തെ ബിൽഡിംഗ് ഇങ്ങപ്പുറത്തെ അല്ല. അല്ലെങ്കിൽ കയറി കാണാം. ചെരുപ്പ് കൊണ്ട് പരിപാടി ഒക്കെ അതിന്
കൊല്ലം ട്രെയിൻ പോകാണ്ട് കൊല്ലം കണ്ട ഇല്ല കണ്ടാല് പണ്ട് കൊല്ലം കണ്ട ഇല്ല വേണ്ട എല്ലാം വേണ്ട പോയി പഴയ പവറൊക്കെ പോയി ആര് താനെ കെട്ടി മാറാം വേണമാ വിളിച്ചു ചോദിക്കണോ? വിളിച്ചു ചോദിക്കണോ? എന്റെ നമ്പർ ഒന്നുമില്ല. നീ വിളി. ഇപ്പം വിളിച്ച മിസ്സല്ലേ അന്നേരം? ഇപ്പം വിളിച്ച നമ്മള് വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോ അല്ലേ വിളിച്ച? പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവിടെ കിടന്ന് കറങ്ങി ഞങ്ങൾ നേരെ അപ്പത്തിന് ഫോണൊക്കെ ചാർജ് തീർന്ന്. പിന്നെ ഞങ്ങൾ ഫോൺ കൊണ്ടുവന്ന് കുത്തിയിട്ട് സ്റ്റേഷനിൽ വന്ന് കുത്തിയിട്ട് കുറേ കഴിഞ്ഞ് വിനീത് കയറിപ്പോയി. 4:50 വിനീതിന് ട്രെയിൻ വന്നു. വിനീത് കയറിപ്പോയി. 7:20 ഞങ്ങൾ പിന്നെ പോയി. 7 മണിയായപ്പോൾ ഞങ്ങൾ പോയി കാപ്പി കുടിച്ച് 20 തൊട്ടടുത്ത് തന്നെ കയറി സ്റ്റേഷനിൽ കയറി. ട്രെയിൻ വന്ന് ഞങ്ങളങ്ങനെ കയറി. ഫുഡൊക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പോലും ഇങ്ങ് ഇത് ആദർശമായി ഇരിക്കുന്നത് ബാത്റൂമിൻ്റെ സൈഡിൽ. അത്രയ്ക്ക് തിരക്ക്. ബാത്റൂമിനടുത്തൊക്കെ ഞങ്ങളൊക്കെ ഇടിച്ച് കയറ്റി വെച്ചിരുന്നായിരുന്നു. എനിക്ക് തോന്നുന്നു എറണാകുളം കഴിഞ്ഞാൽ തോന്നുന്നു ഇച്ചിരിയെങ്കിലും ഒരു സ്ഥലം കിട്ടിയത്. അങ്ങനെ ഒരു വെളുപ്പിനൊക്കെ ആയപ്പോൾ ഞാൻ കൊല്ലത്ത് വന്നു. സത്യം പറഞ്ഞ കൊല്ലത്ത് ആദ്യമായിട്ടാണ് വന്നിറങ്ങുന്നത്. ഇങ്ങനെ ഈ സമയത്ത് ദിക്ക് മറുപ്പ് ഇപ്പം കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചു. ഞാനാണ് ആ പരിപാടിയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ആ മല കുന്ന് സ്റ്റെപ്പ്. നമ്മളിപ്പോൾ എവിടെ പോന്നു? സ്റ്റെപ്പ് കയറാൻ പോന്നു. എനിക്ക് അപ്പുറത്ത് ടിക്കറ്റ് എടുക്കണം. കൊല്ലത്ത് പോകാൻ എറണാകുളത്തോട്ട് പോകാൻ. നീ വാ അപ്പുറത്ത് വാ. ഹലോ ഫോണിൽ പൈസ ഉണ്ട്? അത് സ്വിച്ച് ഓഫ് ആയിരുന്നേ. ആ അങ്ങനെ വിളിച്ചേ ഞാന്. ശരി ഞാൻ വിളിക്കാം. ഞാൻ ടിക്കറ്റ് എടുക്കാൻ അവിടെ ചോദിക്കട്ടെ. ഞാൻ എപ്പോഴാണ് കരുനാഗപ്പള്ളിക്ക് ട്രെയിൻ എന്നിട്ട് ഞാൻ വിളിക്കാം. ശരി ശരി. തിരൂരിന്ന് 4 മണി 7:20 ട്രെയിൻ കയറിയതാ. ഇപ്പം സമയം എത്രയായി? ഇപ്പോൾ സമയം 2:52. അയ്യോ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന അറിയത്തില്ല. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പർ സൈഡാന്ന് തോന്നുന്നു.
ടിക്കറ്റ് എടുക്കുന്ന എവിടാ? വെളിയെ പോയി അവിടാ? ടിക്കറ്റ് എടുക്കുന്ന എവിടാന്നറിയാതെ ഞാനൊരു 4-5 വട്ടം കിടന്ന് കറങ്ങി. ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ഒരു 5 വട്ടം ഞാൻ പോയി കണ്ടു. ലൂപ്പ് പോണക്ക് അങ്ങോട്ട് പോകും, തിരിച്ച് വരിക. അവളോട് ചോദിക്കുമ്പോൾ പറയാവുന്ന റോഡിന് അപ്പുറത്ത് പോകണം, റോഡിന് ഇപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കറങ്ങി ലാസ്റ്റ്. ഒന്നാമത് എനിക്ക് ഉറക്കം ഇങ്ങനെ ഇരിക്കുക, 2 ദിവസത്തെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കിളി പോയൊരവസ്ഥയില്ല. അങ്ങനെ അവിടുന്ന് കറങ്ങി ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ച്. അതായത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് എടുക്കണം, കുറച്ച് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് പണി നടക്കുന്നുണ്ടായിരുന്നു. എന്തോ ഞാൻ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ. കൂടുതൽ നമ്മൾ ശാസ്താംകോട്ടയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന്, പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ കായംകുളത്ത്. അത് ആ ഒരു ഇതായിരുന്നു. കൊല്ലത്ത് ഞാനങ്ങനെ വന്നങ്ങനെ ട്രെയിൻ കയറിയിട്ടില്ല. അങ്ങനെ ടിക്കറ്റ് എവിടുന്ന് അറിയാം? അല്ല, ഇവിടുന്ന് ഏതാണ്ട് ലെഫ്റ്റ് സൈഡിലും കണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? ആണോ? ഒന്നുമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്. ടിക്കറ്റ് എടുത്താ? കരുനാഗപ്പള്ളിയോട്ടോ നീ? ഇപ്പൊ ട്രെയിൻ ഉണ്ടോ തിരിച്ച്? ഉണ്ട്. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അന്ന് കുറച്ചുകൂടെ കാനത്രയൊക്കെ കുഴപ്പമില്ല. ഇതാണെന്ന് പോകണ്ട ട്രെയിൻ. ഇത് ആലപ്പുഴ ഒന്നുമില്ലേ? അതെ. ഇനിയൊരു 3 മണി, ഇപ്പം 4 മണിയൊക്കെ ആകുമ്പം വീട്ടിൽ എത്തുമായിരിക്കും. അയ്യോ കഴിഞ്ഞു. അങ്ങനെ കടന്ന് ഞാൻ കുറേ നേരം അവിടെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ട്രെയിൻ എടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണർന്നത്. അന്നേരത്തേക്ക് ഇതായിപ്പോയി, കാരണം എവിടെ എത്തിയെന്ന് പോലും അറിയാതെ കിടന്ന് ടെൻഷനായിപ്പോയി. പിന്നെ സ്ഥലപരിവം നോക്കി മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. അയ്യോ, ട്രെയിനകത്ത് കയറി അതിന് ഉറങ്ങിപ്പോയി.
പകുതി എത്തിയപ്പോൾ എഴുന്നേറ്റ് എവിടെയൊക്കെ എത്തി. അങ്ങനെ രാജനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ രാജനെ പിന്നെ എവിടെ എത്തിയാലും അന്നേരം കറക്റ്റ് അന്നേരം ശാസ്താംകോട്ട എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ വിളിച്ച് പറഞ്ഞു. കരുനാഗപ്പള്ളി വന്ന് അവിടെ ഇരുന്ന് ഉറങ്ങി. രാജനെ വന്ന് വിളിച്ചുണർത്തി ഇവിടെ വന്നു. ഓക്കെ ബൈ, ഉറങ്ങട്ടെ. 2 ദിവസം ഉറങ്ങിയില്ല. അപ്പം ബൈ, ഓക്കെ ബൈ.